ഒരു സമൂഹത്തിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സിനിമ ഉണ്ടാകുന്നു. അങ്ങനെ സിനിമയ്ക്ക്, കലാകാരന്മാർക്ക് സാമൂഹ്യ പ്രതിബദ്ധത എന്നത് ഉണ്ടാകണമോ, സിനിമയ്ക്ക് അങ്ങനെ സമൂഹത്തെ സ്വാധീനിക്കാൻ സാധിക്കണമോ, അത് മാൻഡേറ്ററി ആണോ, അതോ അതൊരു എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോം മാത്രമാണോ? എന്താണ് ഇന്നുള്ള സിനിമക്കാർ ചിന്തിക്കുന്നത്? പ്രത്യേകിച്ച് തിരക്കഥയാണ് ഒരു സിനിമയുടെ മർമ്മം. അപ്പോൾ തിരക്കഥകൾ തയ്യാറാക്കുന്ന, തിരക്കഥകൾ വിജയിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അഭിലാഷിന് എന്താണ് ഇന്നത്തെ സിനിമ ഈ രീതിയിലത്തേക്ക് നമ്മൾ കാണേണ്ടുന്ന ഒന്നാണോ, അതിലൊരു സന്ദേശം എല്ലായ്പ്പോഴും ഉണ്ടാകണമോ, അതോ അതിനെ എൻ്റർടൈൻമെൻറ്റായിട്ട് മാത്രം കണ്ടാൽ മതി? എന്താണ് അഭിപ്രായം? ഇപ്പം ശ്രീധരൻ ചോദിച്ച ചോദ്യം ശരിക്കും ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്, ഇതിന്റെ ഉത്തരവ് എന്ന് പറയുന്നത്. പക്ഷെ കൃത്യമായി ആസ് എ റൈറ്റർ എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞാൽ, എൻ്റെ സിനിമകൾ സമൂഹത്തിന് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു കൂട്ടം ആളുകളെ സ്പർശിക്കണമെന്ന് ആഗ്രഹിച്ച സിനിമ എഴുതുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, എൻ്റെ അവസാനത്തെ സിനിമയായ, ലാസ്റ്റ് ചെയ്ത സിനിമയായ മാളികപ്പുറം എന്ന സിനിമ റിലീസായതിനു ശേഷം 1 വർഷത്തിന് ശേഷം ഈ പറയുന്ന ശബരിമലയിൽ നിന്നൊരു വീടി ഞങ്ങൾക്ക് വന്നിരുന്നു. കാരണം കഴിഞ്ഞ വർഷം ശബരിമലയിൽ എത്തിയ ചെറിയ പെൺകുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിരുന്നത്. അതിൻ്റെ എഴുത്തുകാരുടെ എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു സിനിമ സ്വാധീനിച്ചിട്ടാണ് അത് സംഭവിച്ചതെന്നാണ്. പക്ഷേ എന്ന് വെച്ചാൽ എല്ലാ സിനിമകളും നമ്മളെ നാളെ KGF കണ്ടിട്ട് KGFിലെ റോക്കി ബായിയെ പോലെ എല്ലാവരും ഇറങ്ങി നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നടക്കാൻ പറ്റില്ല. പക്ഷെ സിനിമ ഒരു പരിധി വരെ സമൂഹത്തിനെ വലിയ രീതിയിൽ തന്നെ സ്പർശിക്കുന്നുണ്ട്. കാരണം ഇന്ന് സിനിമ കാണാൻ പോകുന്ന, ഇപ്പം കുറച്ചു മുന്നേ നമ്മൾ സംസാരിച്ച പോലെ ഇപ്പം ജാതിയും മതവും പറയുന്നില്ല എങ്കിൽ പോലും, ഇപ്പം എൻ്റെ മൂത്ത മകൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പലതിനും എനിക്ക് ഉത്തരമില്ല. കാരണം ആ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതായത് കുറേ കാലഘട്ടമായി നമ്മൾ അതാണ് അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നത് ചില കാര്യങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ, ഈ അടുത്ത സമയത്ത് എൻ്റെ അടുത്ത് അവിടെ ചോദിച്ചൊരു ചോദ്യമാണ്, ഗുരുവായൂർ അമ്പലത്തിൽ എന്തുകൊണ്ടാച്ചാൽ അന്യമതക്കാരെ കയറ്റാത്തത്? എനിക്കതിന് ഉത്തരമില്ല. ഞാൻ പറഞ്ഞു അത് പണ്ടുതൊട്ടേത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാൻ അതിനെ സ്കിപ്പ് ചെയ്തു പോയി. പക്ഷെ ഇന്നത്തെ കുട്ടികളത് ചോദ്യം ചെയ്യുന്നുണ്ട്, ഇത് ഓരോ കാര്യത്തെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി, നാളെ ഒരു സിനിമ എഴുതുമ്പോൾ വളരെ പേടിച്ചാണ് ഓരോ സിനിമ എഴുതുന്നത്. പിന്നെ ഈ സിനിമ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം യുവാക്കൾ ഇന്നുണ്ട്. ഈ സിനിമ എന്റർടൈൻമെന്റായിട്ട് മാത്രം കണ്ട് വിടുന്നവരല്ല ഇന്നത്തെ യൂത്ത് എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇനി എഴുതുന്ന ഓരോ സിനിമയും മുന്നിൽ ഞാൻ കാണുന്നത് ഈ സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലി സംഭവിക്കും, നല്ല സിനിമയാണെങ്കിൽ. പക്ഷെ അതിനുശേഷം ഉണ്ടാകുന്ന ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇപ്പൊ തിരക്കഥയിൽ തന്നെ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ എഴുതുന്ന അടുത്ത സിനിമ ആനന്ദ് ശ്രീമാല എന്നൊരു സിനിമ എന്റെ റിലീസ് ആവാൻ പോകുന്ന അടുത്ത ജൂലൈയിൽ. അത് കേരളത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് സിനിമ എഴുതിയത്. എനിക്ക് 100% ഉറപ്പുണ്ട് പോലീസ് അടക്കമുള്ളവർ അത് ചോദ്യം ചെയ്യാൻ എന്നെ വിളിപ്പിക്കുന്നുണ്ട്. കാരണം അത് അങ്ങനത്തെ ഒരു വിഷയമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ കൃത്യമായ ഉത്തരം പറയാൻ തയ്യാറായിട്ടാണ് ഞാൻ ഇത് മുന്നോട്ട് വരുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എല്ലാ എഴുത്തുകാരാണോ എനിക്കറിയില്ല, എന്നെ സംബന്ധിച്ച് എൻ്റെ സിനിമ സമൂഹം ചർച്ച ചെയ്യണമെന്നും ആ സമൂഹത്തിന് ആ സിനിമയിലൂടെ എന്തെങ്കിലും ഒരു ശതമാനമെങ്കിലും ഒരു ഗുണം കിട്ടണം എന്നും ആഗ്രഹിക്കുന്ന റൈറ്ററാണ് ഞാൻ. അതിന് മുന്നോട്ടുള്ള എൻ്റെ എല്ലാ സിനിമകളും അങ്ങനെ തന്നെ ആയിരിക്കും. അത് പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടണം, അത് ഇതിൻ്റെ ആദ്യത്തെ കാര്യം. പക്ഷേ രണ്ടാമത്തെ കാര്യം, അത് കാണുന്ന ഒരാൾ പോലും എൻ്റെ സിനിമ കണ്ടിട്ട് നാളെ സമൂഹത്തിന് തെറ്റായൊരു മെസ്സേജ് കിട്ടി എന്ന് വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എൻ്റെ മുന്നേ ഇറങ്ങിയ സിനിമകളൊക്കെ കണ്ടവർക്കറിയാം. 10ാം വളവ് എന്നൊരു സിനിമ ഞാൻ ചെയ്തു. അതും ഇതേപോലെ തന്നെ സൊസൈറ്റി നടന്ന റിയൽ സംഭവത്തെയാണ് സിനിമ ചാക്കിയിരിക്കുന്നത്. അതേപോലെ അതിന് മുന്നേ ഞാൻ ചെയ്ത കഥാവർ എന്ന് പറയുന്ന ഒരു തമിഴ് പടം, അതിലൊരു ഫോറൻസിക് ശാസ്ത്രത്തിൽ ലൈഫ് സ്റ്റോറി ഞാൻ പറഞ്ഞു. ഇനി മുന്നോട്ട് ഞാൻ ഇങ്ങനെ സമൂഹത്തിലുള്ള റിയൽ സ്റ്റോറീസിന് എടുക്കുന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കാണുന്ന പ്രേക്ഷകരുടെ ഏതെങ്കിലും ഒരു രീതിയിലെങ്കിലും അവരുടെ ഹൃദയത്തിനോട് എന്തെങ്കിലും ഒരു ചോദ്യം, ഒരു ടച്ച് ചെയ്യണം എന്ന ഉദ്ദേശം തന്നെയാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്.